ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളെല്ലാവർക്കും എൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിൽ വെൽക്കം ഗായ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എൻ്റെ ഒരു പരിപ്പായിട്ട് കാര്യമാണ്. പരിപ്പ് മാത്രമല്ല, അതിൻ്റെ ഒപ്പം മുട്ട മിക്സ് ആക്കും. അതിൻ്റെ മുന്നിൽ നിങ്ങൾ കണ്ടിരുന്ന പരിപ്പ് നല്ല വിത്തിൽ കരുകിയെടുത്തായിരുന്നു. പിന്നെ അതിൽ ഞാൻ ഇട്ടത് ഉരുളക്കിഴങ്ങും പച്ചമുളക്, പിന്നെ വലിയ സൈസിൻ്റെ ഒരു വലിയ ഉള്ളി, പിന്നെ ഇട്ടത് ഉപ്പും മഞ്ഞൾപ്പൊടി, പിന്നെ ഇട്ടത് ചെറിയ ജീരകം പൊടി, പിന്നെ എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിരിക്കണം. അതെനിക്ക് ബോളിൽ മിക്സ് ആക്കണ ഇതാണെങ്കിൽ ഞാൻ വലിയ പ്ലേറ്റിലെടുത്തു. പിന്നെ ഇവിടെ കണ്ടുവന്ന ഗ്യാസ് ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടാവുന്ന ലേശം ഇടുന്ന ശേഷം ഞങ്ങൾ അതിൽ മിക്സ് ആക്കുന്ന സാധനം ഒക്കെ ഇവിടെ ഇടുന്ന ശേഷം ഇവിടെ കണ്ടിൻ്റെ പരിപ്പ് ഓൾമോസ്റ്റ് വേവനായിരുന്നു. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ മുട്ടയിൽ നിങ്ങൾ കണ്ട ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ പച്ചമുളകും പിന്നെ വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ഭുജിയെ പോലെ ഫ്രൈ ആക്കിയിരിക്കണം. ലേശം എണ്ണ പറഞ്ഞാൽ മതി. എപ്പോൾ നോക്കി കണ്ടോ കൊച്ചിങ്ങനെ ഡ്രൈ പോലെ ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എടുത്ത് വെക്കണം മുട്ട ഇങ്ങനെ ഭുജിയെ പോലെ ഫ്രൈ ആക്കുന്ന ശേഷം ഗൈസ് ഞങ്ങൾക്ക് ചട്ടിമേ തന്നെ എണ്ണ ഇടുന്ന ശേഷം എണ്ണ ചൂടാകുന്ന ശേഷം ചെറിയ ജീരകം ഇടണം. പിന്നെ ലേശം ചുവന്നമുളക് ഇടുന്ന ശേഷം ഞങ്ങൾ വേവിന പരിപ്പില്ല അതിൽ ഞങ്ങൾക്ക് ഇടേണ്ടത് ഇത് കണ്ടോ വേവിന പരിപ്പ് ഇടുന്ന ശേഷം ഞങ്ങൾക്ക് അതിൻ്റെ മേലെ ഇടേണ്ടത് മുട്ട ഭുജിയാക്കി വെച്ചില്ല അതാണ് ഞങ്ങൾക്ക് ഇടേണ്ടത്. മുട്ട ഇടുന്ന ശേഷം ഗൈസ് ഞങ്ങൾക്ക് ഇടേണ്ടത് ലേശം വറുക്കണം മുന്നിൽ ഗരം മസാല. നിങ്ങളിത് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ടോളൂ. ഇതിൻ്റെ മല്ലിച്ചപ്പ് ഇല്ല കാരണം എനിക്ക് മല്ലിച്ചപ്പ് ഇടാൻ പറ്റില്ല. ഓൾറെഡി ഗൈസ് ഇതിൻ്റെ പരിപ്പ് മുട്ട കറി ആയിരുന്നു. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.